എല്ലാവർക്കും നമസ്കാരം. CJ റോയ് കോടീശ്വരനായ മലയാളി. അതുമാത്രമല്ല, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അദ്ദേഹം നിരവധി ആൾക്കാരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളാണ്. നിരവധി റിയാലിറ്റി ഷോയിലൂടെ അദ്ദേഹം എന്താ പറയുക, വിജയികൾക്ക് സമ്മാന തുക കൊടുക്കുന്ന ഒരാളാണ്. ബിഗ് ബോസ് പോലെയുള്ള വമ്പൻ ഷോകൾക്ക് അദ്ദേഹം പ്രൈസ് മണി, വിന്നർക്കുള്ള പ്രൈസ് മണി കൊടുക്കുന്നത് അദ്ദേഹമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിരവധി ആൾക്കാർക്ക്, അതായത് കേരളത്തിലും കർണാടകത്തിലുമായിട്ട് നിരവധി ആൾക്കാർക്ക് സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ ഉടനീളം സഹായം ചെയ്തിട്ടുണ്ട്, ദുബായിലും. അങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ബിസിനസ്മാനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം. ജനുവരി 30 അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് സ്വയം വെടിയുയർത്ത് അദ്ദേഹത്തിന്റെ ജീവൻ കളയുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ വന്നിരുന്നു. അദ്ദേഹത്തെ ആരോ തീർത്തതാണെന്ന് പറഞ്ഞു. അതല്ല, അദ്ദേഹം സ്വയമേ ജീവൻ ഇല്ലാണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് കാരണം SIT ടീം വന്ന് അവിടെ പരിശോധിച്ചതുകൊണ്ട് അവരെ പേടിച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നിരുന്നു. എന്തായാലും ജനുവരി 30 അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിന്റെ സ്വന്തം തോക്കുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ ബാംഗ്ലൂരിലുള്ള അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ കൊണ്ടുവന്ന് അടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. ആ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഹണി ട്രാപ്പിലൂടെ കുടുക്കിയതാണ് എന്നുള്ള ഒരു കാര്യം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത നമ്മുടെ ബാംഗ്ലൂർ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം ഞാനൊന്ന് വായിക്കാം. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് അത് SIT ടീമിന് അതിന്റെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു കാര്യമായിട്ടുള്ളത്. എന്തായാലും ഞാനതൊന്ന് വായിക്കാം. ഒരു പ്രമുഖ നടി അദ്ദേഹത്തെ ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്, അതായത് SITക്ക് തെളിവ് ലഭിച്ചതായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ജനുവരി 30 ബാംഗ്ലൂരിലെ ലാങ്ഫോർഡ് റോഡിലെ ഓഫീസിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ റോയിയുടെ മരണം കൊലപാതകമാണെന്ന സംശയം നിലനിന്നിരുന്നുവെങ്കിലും ഇത് ആത്മഹത്യ തന്നെയാണെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സിനിമ നടി എങ്ങനെയാണ് ഇദ്ദേഹത്തെ കുടുക്കിയത് എന്നുള്ള ഒരു കാര്യമാണ് അടുത്തതായിട്ട് പറയാൻ വരുന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖനായ CJ റോയിക്ക് സിനിമാ നിർമ്മാണം, റിയാലിറ്റി ഷോ, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. തന്റെ ബിസിനസ് പ്രൊമോഷനുകൾക്കായി അദ്ദേഹം മോഡലുകളെയും നടിമാരെയും ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ ബന്ധം മുതലെടുത്ത് ഒരു നടി അദ്ദേഹത്തെ കെണിയിൽപ്പെടുത്തുകയും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്തയുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകളിൽ മാനസിക പീഡനവുമായാണ് അദ്ദേഹം ജീവൻ ഇല്ലാണ്ടാക്കിയത് എന്ന് ഇതിനു മുമ്പ് ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടുകളും സാഹചര്യ തെളിവുകളും പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹം സ്വയം ജീവൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിമാൻസ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. CJ റോയിയുടെ അവസാന നിമിഷങ്ങളിലെ മനഃശാസ്ത്രപരമായ അവസ്ഥ വിശകലനം ചെയ്ത് റിപ്പോർട്ടുകൾ നൽകാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കേസിലെ ദുരൂഹതകൾ പൂർണ്ണമായി നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടിയുടെ ഭീഷണിയോ അതോ ബിസിനസ് തകർച്ചയാണോ അദ്ദേഹത്തെ ഈ കൊടുംകൈക്ക് പ്രേരിപ്പിച്ചത് എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. CJ റോയിയെ ഹണി ട്രാപ്പിൽ പെടുത്താനായിട്ട് ശ്രമിച്ചു. അത് അദ്ദേഹത്തിന് വല്ലാണ്ട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവും കൂടെ വരുന്നുണ്ട്. ഇത് ഹണി ട്രാപ്പ് തന്നെയാണ് എന്ന് എടുത്തു പറയുന്നുമുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായിട്ട് തെളിഞ്ഞു വരട്ടെ. നിഗൂഢതകൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം തെളിഞ്ഞ് പുറത്തു വരട്ടെ. എന്തായാലും ഇദ്ദേഹത്തിന്റെ അടക്കത്തിന് ഞാൻ പോയിരുന്നു. വളരെ വിഷമം തോന്നിയ ഒരു സാഹചര്യം തന്നെയായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. നമ്മൾ കണ്ട, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ടുള്ളായിരുന്നു നമ്മൾ മറ്റേ അനീഷിന് ആ പ്രൈസ് മണിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കേട്ടിരുന്നു പോകും. അത് മാത്രമല്ല, പലരെ സഹായിക്കാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ നാറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു വഴിത്തിരിവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കുക. എല്ലാവർക്കും